വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച 2 പേരുടെ മൃതദേഹവും 4 ശരീരഭാഗങ്ങളും പുത്തുമലയിൽ സംസ്കരിച്ചു. മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായ 138 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടു. വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന് ചേരുന്നത് സജോ ദേവസിയാണ്. സജോ, വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ്. അസ്തിത്വമില്ലാത്ത നിലയിൽ ഒരു സംസ്കാരം, പക്ഷെ അവരർഹിക്കുന്ന എല്ലാ ബഹുമതികളും നൽകിയുള്ള സംസ്കാരമാണ്. ആരെന്നറിയാത്ത ചില തുണിക്കെട്ടുകൾ, അതിൻ്റെ ഒരു സംസ്കാര ചടങ്ങുകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഒപ്പം തന്നെ സർക്കാർ ചില ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. കൂടുതൽ വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഈ ദുരന്തത്തിന്റെ ഇരകളായ ആരെന്ന് തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യർക്ക് അന്ത്യനിദ്രയൊരുക്കിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പുത്തുമലയിലെ പ്രത്യേകമായി HML നിന്ന് ഏറ്റെടുത്ത ഭൂമിയാണ്. അതൊരു പൊതു ശ്മശാനമായി തന്നെ മാറിയിരിക്കുന്നു. ഇതിനകം ഇന്നത്തേതുകൂടി 4-ാം ദിനത്തിലേതുകൂടി പരിഗണിച്ചാൽ 180 ശരീരഭാഗങ്ങളും 39 മൃതദേഹങ്ങളും ഇതിനകം ഈ ഭൂമിയിൽ സംസ്കരിച്ചു കഴിഞ്ഞു. ഇന്ന് 6 സംസ്കാരങ്ങളാണ് നടന്നത്. 2 പൂർണ്ണ മൃതദേഹങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുന്ന 2 പേരുടെ മൃതദേഹങ്ങൾ, ഒപ്പം 4 ശരീരഭാഗങ്ങൾ എന്നിങ്ങനെ 6 സംസ്കാരങ്ങളാണ് ഇന്നിവിടെ നടന്നത്. ഇതിനകം ഇത്രയധികം കുഴിമാടങ്ങൾ, കുഴിമാടങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 1 ഏക്കറിലധികം സ്ഥലം യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കാഴ്ചകൾ ഇവിടെ കൊണ്ടും അവസാനിക്കില്ല. ഇനിയും വരും ദിവസങ്ങളിലും തുടരും. ഇനിയും അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അവ കൂടി ഇവിടെ തന്നെ സംസ്കരിക്കേണ്ടി വരും. അത് അതീവ ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോഴും കാണാതെ പോയ അനേകം മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് യാതൊരു വിവരവും യഥാർത്ഥത്തിലില്ല. അത് സംബന്ധിച്ചൊരു പ്രാഥമിക കണക്ക് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്താണ് യഥാർത്ഥത്തിലുള്ള കണക്ക്. അത് സങ്കീർണമാണെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അടക്കം, ജില്ലാ കലക്ടർ അടക്കം വ്യക്തമാക്കിയതുമാണ്. അതായത് നിലവിൽ രേഖകൾക്കായി ആശ്രയിക്കാൻ സാധ്യതയുള്ള കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് സർക്കാർ രേഖകൾ പലതും, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, അങ്ങനെയുള്ള നിലവിൽ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റും കൈവശം ഉണ്ടായിരുന്ന രേഖകൾ അടിസ്ഥാനപ്പെടുത്തി അവിടെ താമസിച്ചിരുന്നവർ, ആ ലൊക്കേഷനിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ എന്നതിനൊക്കെ തിട്ടപ്പെടുത്തി അവിടെയുള്ള പ്രാദേശിക സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അതിനും അപ്പുറത്തേക്കാണ്. അതായത് ഇവിടെ തിരിച്ചറിയാതെ അന്തിയുറങ്ങുന്ന മനുഷ്യരെക്കാൾ, അല്ലെങ്കിൽ ആ ആളുകളെക്കാൾ കുറേയധികം നമ്പർ കൂടി ഉണ്ടാകും. അതിൻ്റെയൊക്കെ കുറേ കൂടി അധികം മടങ്ങുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പോകണമെങ്കിൽ ഇനിയും ഒരുപാട് സമയമെടുക്കും എന്നതാണ്. ഇവിടുത്തെ ചടങ്ങുകളിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ സർവ്വമത പ്രാർത്ഥന, പതിവ് പോലെ സർവ്വമത പ്രാർത്ഥനയുണ്ടായിരുന്നു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ, ഒപ്പം ഔദ്യോഗിക ബഹുമതി എന്ന് വിളിക്കാൻ കഴിയുന്ന ആദരം, സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ആദരം അടക്കമുണ്ടായിരുന്നു. ആ കാഴ്ചകൾ അങ്ങനെ തുടരുകയാണ്. ഇത്രയധികം പേർക്ക് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കേണ്ടി വന്ന ഗതികേട്, ദുര്യോഗമൊക്കെ നമ്മുടെ നാടിന് വന്നു ചേർന്നിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ആ ദുരന്തത്തിൻ്റെ ആഴവും അതിൻ്റെ ആഘാതവും എത്രത്തോളം ഉണ്ട്, അത് വെളിവാക്കുന്ന സംഗ്രഹം യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയും. ഇനിയും അങ്ങോട്ടേക്ക് കണ്ടെത്താനുള്ള ആളുകൾക്കായുള്ള തിരച്ചിൽ ദൗത്യം തുടരും. പക്ഷേ അത് എത്രത്തോളം, അതിൻ്റെ പ്രായോഗികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും. പക്ഷേ അപ്പോഴും തിരച്ചിൽ ദൗത്യം തുടരും. ഇനിയും കണ്ടെത്താത്ത മനുഷ്യർ മണ്ണടലുകളിൽ എവിടെയോ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യം തുടരുകയാണ്. അവരെ കണ്ടെത്തുക, ആദരപൂർവ്വം സംസ്കരിക്കുക, അവരെ ഇനി തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന കുഴിമാടങ്ങളിൽ ആരെയും യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കുഴിമാടങ്ങൾക്ക് സമീപത്ത് 2 കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കല്ലുകളിൽ ഒരു നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുപ്പിയിൽ നമ്പർ രേഖപ്പെടുത്തിയത് കുഴിമാടത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അത് DNA സാമ്പിൾ നമ്പർ സൂചിപ്പിക്കുന്ന ഒരു യുണീക്ക് നമ്പറാണത്. അത് പിന്നീട് ഒരു സാമ്പിൾ പ്രൊഫൈൽ ഒരു ലൈബ്രറിയായി തയ്യാറാക്കും. പിന്നീട് ഉറ്റവരാരെങ്കിലും വരികയും ആ സാമ്പിളുകൾ യോജിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ മാച്ച് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടം ഇവിടെയുണ്ട് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും. അത്തരം ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും എന്നാണ് സംവിധാനങ്ങളുടെയൊക്കെ ചുമതല വഹിക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഇവിടെ ആളുകൾ തങ്ങളുടെ ഉറ്റവരാരെങ്കിലും ഇവിടെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വ്യഥയോടെ ഇവിടെ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മനുഷ്യർ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അത് നമ്മളെ ആകെ മുറിപ്പെടുത്തി, നാടിനെ ആകെ മുറിപ്പെടുത്തി അങ്ങനെ തുടരുന്നു എന്നത് ഖേദകരമായ കാര്യം. അപ്പോഴും കാണാമറയത്ത് തുടരുന്ന മനുഷ്യർക്കായുള്ള തിരച്ചിൽ മറ്റൊരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ ദുരന്തത്തിൻ്റെ ആകെ ആഘാതത്തെ യഥാർത്ഥത്തിൽ ഇത് വെളിവാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ അതിജീവനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്യേണ്ട സാധ്യമായ ഒരു നീതി എന്നത് ഏറ്റവും മാന്യമായ, ബഹുമാനപൂർവ്വമുള്ള ഒരു സംസ്കാരമാണ്. ആ ചടങ്ങുകളാണ് യഥാർത്ഥത്തിൽ തുടരുന്നത്. വരും ദിവസങ്ങളിലും അവശേഷിക്കുന്ന ലഭ്യമായ ഇതിനകം കിട്ടിയ ശരീരഭാഗങ്ങളുടെ കാര്യത്തിൽ അതും ഇവിടെ സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം 64 സെൻറ്റ് ഭൂമിയായിരുന്നു ഏറ്റെടുത്തത്. പിന്നീട് അവിടെ 50 സെൻറ്റ് കൂടി ഏറ്റെടുത്തു. അങ്ങനെ 1 ഏക്കറിലധികം ഭൂമിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അവിടെയുള്ള ക്രമീകരണങ്ങൾ, ഇനി അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കൂടി ഇവിടെ തന്നെ എത്തിച്ച് വരും ദിവസങ്ങളിൽ സംസ്കരിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന, പുത്തുമലയിൽ നിന്നുള്ള സംസ്കാരത്തിന്റെ വിവരങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്.